വലിയ സാധ്യതകളുള്ളവരാണ് കേരളത്തിലെ യുവജനങ്ങൾ, ഒരു സംശയമില്ല. നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ നമ്മുടെ പേരൻസ് ഒരുപാട് എൻകറേജ് ചെയ്യുന്നവരാണ്. നമുക്കൊരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല എക്സ്പോഷറുള്ള ഒരു ജനതയാണ് മലയാളി. ഒരുപാട് ബേസിക്കായിട്ട് നല്ല വാല്യൂസും കൾച്ചറും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു യുവജനങ്ങളെയൊക്കെ നോക്കുമ്പോൾ പലരും വളരെ ടയേർഡാണ്, വളരെ അൺഹാപ്പിയാണ്. ഒരു ഫോക്കസ് ഇല്ല, ഒരു എനർജി ഇല്ല, എന്തൂസിയാസം ഇല്ല, സ്പിരിറ്റ് ഇല്ല. ആ ഒരു അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് ഞാനൊരു കോളേജിൽ പോയി കുട്ടികളുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോലുമുള്ള ഒരു ആറ്റിറ്റ്യൂഡില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പേടിയുണ്ട്, അവരെ പുറകോട്ടെന്തോ വലിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറിയേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ തന്നെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നിങ്ങൾ ഒരു കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞ് എവിടെ എത്തണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഹീറോയിസം എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയൊരു ഹീറോയിസം ഒന്നുമില്ല. അപ്പൻ്റെയും അമ്മയുടെയൊക്കെ ഒരു ഡിപ്പെൻഡൻ്റായിട്ട് എത്ര കാലം നമ്മൾ ജീവിക്കും? അതിനൊക്കെ എന്ത് ഗ്ലാമറാണുള്ളത്, അതിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? നമ്മൾ ന്യൂ ജൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട്, വളരെ എൻഗേജിങ് ആയിട്ട് ജീവിതത്തിൽ നിൽക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെയാണ് നമ്മൾ ലഹരിയായിട്ട് മാറ്റേണ്ടത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഒരു കോളേജിലെ സയൻസ് വിദ്യാർത്ഥികളുമായിട്ട് ഒരു കരിയർ സെമിനാർ എൻഗേജ് ചെയ്തിട്ട് ഏതാനും മണിക്കൂറുകളായുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. വളരെ ശ്രമപ്പെട്ടാണ് കോളേജുകളിലൊക്കെ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. കാരണം ഇത്തരം ഒരു ഗൈഡൻസ് പ്രോഗ്രാമുകളൊന്നും അത്ര അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കുറഞ്ഞു വരുന്നു. പലപ്പോഴും ഇതിനൊന്നുള്ള ഒരു സമയമോ സാവകാശമോ ഒക്കെ ക്യാമ്പസിനകത്ത് ലഭിക്കാതെ വരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും വളരെ ശക്തമായ ലീഡർഷിപ്പ് എടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അധ്യാപകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് പലരും ചോദിക്കാറുണ്ട്, ഈ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് ഒരു കരിയർ ഗൈഡൻസ്, അല്ലെ അവർക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇനിയും കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഗൈഡൻസ് ആണ് യുവജനങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി അവർക്ക് ലഭിക്കേണ്ടത്. കൂടുതൽ അത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഇടപെടുമ്പോൾ, എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ചിന്തിക്കാനും ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അവരെ സംബന്ധിച്ച് അവർക്ക് എവിടെയാണ് അവർ കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്, എവിടെയാണ് അവർക്ക് റിയലൈസേഷൻ വേണ്ടത്, എവിടെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന ഇത്തരം പരിപാടികളിലൂടെയാണ്. അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഞാൻ ഒരു സെമിനാർ എടുത്തപ്പോൾ കണ്ട ഒരു കാര്യം, കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ വരുമ്പോൾ അവർക്ക് പലർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്തൊന്ന് ഇടപെടേണ്ടത്, എൻഗേജ്ഡ് ആകേണ്ടത്, അതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യത്തിലൊക്കെ അവർക്ക് ഒരു വലിയ ആംബിഗ്വിറ്റി ഉണ്ട്, ഒരു വലിയ കൺഫ്യൂഷനുണ്ട്. അവരുടെ കണ്ണുകളിലൊക്കെ അത്തരം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ടൈം വരുമ്പോൾ അവരുടെ കണ്ണുകളിലൊക്കെ ഒരു ലോ കോൺഫിഡൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിലെ കുറവുകൾ ഇത്തരം പരിപാടികളിലൂടെയൊക്കെയാണ്, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഇത്തരം പരിപാടികളിലൂടെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഞാൻ കണ്ടത്, പ്രോഗ്രാം കഴിഞ്ഞെങ്കിലും അവിടുത്തെ അധ്യാപകർ എന്നോട് പറഞ്ഞത്, തീർച്ചയായിട്ടും കുട്ടികൾക്ക് എത്ര കണ്ടത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അധ്യാപകർക്കത് കൂടുതലായിട്ട് പ്രയോജനപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെഫിഷ്യൻസി മനസ്സിലാക്കാനും ഞങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതൽ ഇടപെടേണ്ടതെന്ന് തിരിച്ചറിയാനും ഒക്കെ ഈ ഒരു സെഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് ആ ഒരു പ്രോഗ്രാം പോയി എന്ന് തന്നെ വിശ്വസിക്കാം. പ്രധാനമായിട്ടും കാണുന്നൊരു കാര്യം, കുട്ടികൾക്ക് ഒരു ഗ്രാജുവേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്, 10-20 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് പോലും അവരുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഇത് യുവജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. മാതാപിതാക്കൾക്ക് ഇനി ഇതിനകത്ത് എന്ത് റോളാണുള്ളത്? അവർ സാമ്പത്തികമായി സഹായിക്കുന്നത്, അത് തന്നെ ഈ നമ്മുടെ രാജ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ചെറിയ രാജ്യങ്ങളിലൊക്കെ ഉള്ളൂ സാമ്പത്തികമായിട്ട് ഒരു പ്രായമായി കഴിഞ്ഞും പേരൻസൊക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളിലൊക്കെ അവരവരുടെ ജോലി ചെയ്താണ് അവരുടെ ഉന്നത പഠനങ്ങളൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ലോൺ എടുത്താണ് പഠിക്കുന്നത്. ആ ലോൺ തിരിച്ചടയ്ക്കേണ്ടതും വിദ്യാർത്ഥികൾ തന്നെയാണ്.
എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലോൺ അടയ്ക്കുന്നതും മാതാപിതാക്കളാണ്, കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതും, എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ എല്ലാം പുറകിന് പോകുന്നതും മാതാപിതാക്കളാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം ഒരു യുവാവിനെ സംബന്ധിച്ചും ഗുണം ചെയ്യില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. കോളേജുകളും ഈ അമിതമായിട്ട് പേരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം കുട്ടികളുമായിട്ട് ഡയറക്റ്റ് എൻഗേജ് ചെയ്യാൻ പഠിക്കണം. കുട്ടികളെ അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി കൊടുക്കാനും കുട്ടികളെ അതിലൊരു സ്റ്റേക്ക് ഹോൾഡർ ആക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ നല്ല രീതിയിൽ പോവുള്ളൂ. ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഒന്നും മാതാപിതാക്കളെ കോളേജ് കണ്ടിട്ട് പോലുമില്ല, അതിനുള്ള അവസരവും ഇല്ല, സാധ്യതയില്ല. മാത്രമല്ല, കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പകുതി വിദ്യാർത്ഥികളും മാതാപിതാക്കളൊന്നും വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ല. അവർക്ക് കോളേജിൽ വന്ന് അതിലൊന്നും ഇടപെടാനും കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുമായിട്ട് ഡയറക്റ്റായിരുന്നു കോളേജുകളൊക്കെ പലപ്പോഴും ഇടപെട്ടിരുന്നത്. ഇപ്പോൾ തിരിച്ച് മാതാപിതാക്കളൊക്കെ ഇച്ചിരി പഠിച്ചവരൊക്കെ ആയതുകൊണ്ട് മാതാപിതാക്കൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി നടക്കുന്നതുകൊണ്ട് അവരെയൊക്കെ വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോളേജുകൾ ശ്രമിക്കുന്നു. പക്ഷെ അതൊരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ഒരു മെൻറ്ററിങ്ങിലേക്ക് കോളേജുകൾ പോകണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികളും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവനവൻ്റെ കോഴ്സ്, അതിന് അറ്റൻഡൻസ് ഷോർട്ടേജ് വരാതെ നോക്കുക, സപ്ലി വരാതെ നോക്കുക, അതുപോലെ തന്നെ പഠനത്തിൻ്റെ നിലവാരം, അത് കഴിഞ്ഞുള്ള ജോലി, ആ സമയത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കുട്ടികൾ ഇരുന്ന് അവരുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ വലിയ ലക്ഷ്യത്തോടെ വരുന്ന കുട്ടികൾക്ക് പിന്നീട് ഫോക്കസ് നഷ്ടപ്പെടുകയാണ്. അവർ കോളേജിലെ പല ചെറിയ ചെറിയ പരിപാടികളുടെ എല്ലാം പുറകിന് പോയിട്ട് മെയിനായിട്ട് വന്ന കാര്യം അങ്ങ് മറന്നു പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എവിടെ എത്തും? ഇതൊക്കെ അവനവനാണ് ചിന്തിക്കേണ്ടത്. ആ ഫോക്കസ് നഷ്ടപ്പെടുന്നു, ഒരു പ്ലാനിങ് ഇല്ല. എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് എവിടെയാണ് എത്തേണ്ടത്, എന്തെല്ലാം പരീക്ഷകൾ അതിന് വേണ്ടി എഴുതണം, എവിടെയാണ് അഡ്മിഷൻ വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഞാൻ എന്താണ് ഒരു കരിയർ ചൂസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊന്നുമുള്ള യാതൊരു പ്ലാനിങ്ങും അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനും പല കുട്ടികൾക്കും ഇല്ല. അപ്പോൾ കോളേജിലും ഇത്തരത്തിൽ അവരെ കണ്ടെത്താൻ, അവരാരാണെന്ന് മനസ്സിലാക്കാൻ, അവരുടെ പോസിബിലിറ്റീസ് മനസ്സിലാക്കി കൊടുക്കാൻ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടക്കണം. അല്ലാതെ കുറേ ഇൻ്റർനാഷണൽ സെമിനാറുകൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഈ ഇൻ്റർനാഷണൽ സെമിനാറിൻ്റെ ഒന്നും ലെവലിലായിരിക്കത്തില്ല, കുറച്ചുകൂടെ താഴെയുള്ള ഒരു ലെവലിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാതെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. ആ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ചാലേ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അവരവർ പഠിക്കുന്ന വിഷയത്തിൽ അവരവർക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവണം. ആ പഠന വിഷയത്തിൽ പോലും അവർക്ക് നോളജില്ല. ബാക്കി നോളജിൻ്റെ കാര്യമൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഓരോ കുട്ടികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അവനവൻ പഠിക്കുന്ന വിഷയത്തിൽ അവനവൻ നോളജ് ഉണ്ടാക്കുക. അതിലൊരു കരിയർ ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിൽ എങ്ങനെയെങ്കിലും പരീക്ഷ തട്ടിക്കൂട്ടി പാസ്സായി ജനറലായിട്ടുള്ള മേഖലകളിലൊക്കെ പോകുന്നതിന് ഇതൊരു തടസ്സമൊന്നുമല്ല. പക്ഷേ നമുക്ക് ആ മേഖലയിൽ തന്നെ ഉയർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് തുടർന്ന് സാധ്യതകൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നല്ല ഒരു അടിസ്ഥാനം ഇട്ട് തന്നെ നമ്മൾ പോകണം. ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നിലവാരം നമുക്കില്ലെങ്കിൽ നമുക്കതിൽ ഫ്യൂച്ചർ ഉണ്ടാകത്തില്ല. അതിന് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. നമ്മളുടെ തന്നെ വിഷയമാണ് അത്. അവനവനങ്ങ് മനസ്സിലാക്കി അവനവൻ എന്താ വേണ്ടത് ആ ലെവൽ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. സ്കിൽ ഷോർട്ടേജ് ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് ഒരു ആത്മവിശ്വാസം ഇല്ല, റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല, ഒട്ടും അസേർട്ടീവ് അല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പ്രശ്നമുണ്ട്. പലർക്കും ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവില്ല, പലർക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയില്ല, ഒരു അനലിറ്റിക്കൽ എബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ഷോർട്ടേജുകളൊക്കെ നമുക്ക് ബാധിക്കുന്ന മേഖലകളിലാണ് നമ്മൾ ജോലി തേടുന്നതെങ്കിൽ പ്രശ്നം വരും. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നും വരാത്തിടത്താണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. ഞാനൊരു നീന്തൽ കോച്ചാകാൻ പോവാണ്, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മളെ ബാധിക്കുന്ന മേഖലകളിലാണെങ്കിൽ ഈ ഷോർട്ടേജുകൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ഇതൊരു തടസ്സമാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ വിലയുള്ളൂ. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ വരുന്നത് അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള സ്കിൽസും അതിനനുസരിച്ചുള്ള നോളജും അതിനനുസരിച്ചുള്ള ഒരു എക്സ്പെക്റ്റഡ് നിലവാരവും നമുക്കുണ്ടാവണം. ആ ക്വാളിറ്റിയിലാണ് പ്രധാനം, ക്വാളിഫിക്കേഷനല്ല പ്രധാനം. അപ്പോൾ അതിന് നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു 3-4 വർഷം കോളേജിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഈ സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇന്ന് അതിനൊക്കെ കോളേജുകളിൽ ധാരാളം അവസരങ്ങളുണ്ട്. കോളേജുകളിൽ തന്നെ ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആഡ് ഓൺ കോഴ്സസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി കോളേജിൽ കിട്ടാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് പോലും നമുക്ക് നേടിയെടുക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹിന്ദി തന്നെ
ഇപ്പം ഇന്ന് ജോലി കിട്ടാൻ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഹിന്ദിയിൽ നമുക്ക് നല്ല ഒരു, കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം ജോലികളുണ്ട്. ഇപ്പോൾ തന്നെ ഗുജറാത്തിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ നമുക്ക് ഒരുപാട് പിന്നെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിപ്പിക്കാൻ അവസരങ്ങളുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, അവിടെയൊക്കെ പോകുന്നവർക്ക് ഹിന്ദി അല്ലാതെ വേറൊരു സാധനം അവിടെ ഇല്ല. ഇവിടുന്ന് ഇംഗ്ലീഷും കൊണ്ടുപോയാൽ പോലും അവിടെ രക്ഷയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് രാജസ്ഥാനിൽ ജോലി കിട്ടി, പക്ഷേ അവിടെ ചെന്ന് പിന്നെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ലാംഗ്വേജ് ഇല്ലാതെ അവിടെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, അതുപോലെ മാത്തമാറ്റിക്കൽ എബിലിറ്റി. എന്ത് പഠിക്കുന്ന ആൾക്കാർ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണമെങ്കിൽ 10ാം ക്ലാസ് വരെയെങ്കിലുമുള്ള കണക്ക് നന്നായിട്ട് സ്പീഡിൽ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ കണക്കിൻ്റെ ആവശ്യം നമുക്കുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇതൊക്കെ ബേസിക്കായിട്ടില്ലാത്ത നല്ലൊരു ആത്മവിശ്വാസം വേണം. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ജോലികൾ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കോളേജുകളിലൊക്കെ ഒരു മെൻറ്ററിങ് തന്നെയാണ് വേണ്ടത്. കാരണം ഓരോ കുട്ടികളുടെയും കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ, അതിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ളൊരു സംവിധാനം കോളേജുകളിലൊക്കെ വന്നേ പറ്റുള്ളൂ. കാരണം 3-4 വർഷം ഒരു കോളേജിൽ ചിലവഴിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനവും ഇല്ലാതെ ആ കുട്ടികൾ വെറുതെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സമൂഹത്തിൻ്റെ ഭാരമാകുന്നെങ്കിൽ അത് കോളേജിനും നല്ലതല്ല, കുട്ടികൾക്കും നല്ലതല്ല, ആർക്കും നല്ലതല്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു മെൻറ്ററിങ് ഒക്കെ കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവണം. കുട്ടികളോടാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ചെറുപ്പക്കാർ, യുവജനങ്ങളൊക്കെ ഒരു മെൻറ്ററിനെ കണ്ടെത്തണം. നമുക്കൊരു മെൻറ്ററിനെ, ഒരു ഗൈഡിനെ കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എവിടെയാണ് എൻ്റെ ഒരു പോരായ്മ. ഇപ്പോൾ 10-50 വയസ്സുള്ള ആൾക്കാർ പോലും എന്നെ വിളിക്കാറുണ്ട്, സാറേ എനിക്ക് എവിടെയാണ് ഒരു കറക്ഷൻ വേണ്ടത്. ആ മെൻറ്ററിങ് ഒക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. കാരണം എന്നെപ്പോലുള്ള അല്ലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയം, എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പോരായ്മ കാണിച്ചു കൊടുക്കാൻ, അല്ലെ എവിടെയാണ് അവർക്ക് ഭാവിയിൽ തടസ്സം ഉണ്ടാകുന്നത് കാണിച്ചു കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഈ മെൻറ്റർഷിപ്പ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത്. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് എറ്റിക്വേറ്റ്സും മാനേഴ്സും ഒക്കെ ഉണ്ടായിരിക്കുക. കാരണം വിദേശ രാജ്യത്തൊക്കെ പോയി നമ്മുടെ കുട്ടികൾ മൂക്കിനിടിയും തലക്കിടിയും ഒക്കെ വാങ്ങിക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? നല്ല എറ്റിക്വേറ്റ്സ് ഇല്ല, മാനേഴ്സ് ഇല്ല. എറ്റിക്വേറ്റ്സും മാനേഴ്സും ഒന്നും ഇല്ലാതെ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് പ്രശ്നമാണ്. എന്തിനാ പറയണേ? എറ്റിക്വേറ്റ്സും മാനേഴ്സും ഒന്നും ഇല്ലാതെ ഒരു വിവാഹ ജീവിതത്തിലോ ഒരു സാമൂഹ്യ ജീവിതത്തിലോ ഒന്നും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. നല്ല ഫ്രണ്ട്സ് പോലും ഉണ്ടായിരിക്കില്ല. നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കോളേജിലൊക്കെ കുട്ടികൾ പണ്ട് കാലത്തൊക്കെ ഞാൻ കണ്ടിട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് വളരെ വൃത്തിയായിട്ടാണ് കുട്ടികളൊക്കെ നടക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ നടക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എല്ലാവരെയും അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ ഒരു പേഴ്സണൽ ഹൈജീൻ ഇല്ല, ഒരു ബേസിക് എറ്റിക്വേറ്റ്സ് ഇല്ല, ഒരു മാനേഴ്സ് ഇല്ല. ഞാനിന്നൊരു സെമിനാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനകത്തിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ച് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് മാത്രം വന്നിരിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവിടെ പോലും വന്ന് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ അവർ അതൊന്ന് അറ്റൻഡ് ചെയ്ത്, കാരണം ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ എന്നും ഉള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു സെമിനാർ ഒരുപക്ഷെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുപോലും അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു മാനേഴ്സ്. ഇനി നമ്മൾക്ക് ആവശ്യം അത് അറ്റൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ വിളിക്കാൻ വരുന്നവരോട് നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികൾ, ഇതെല്ലാം നമ്മൾ ലോകത്ത് കാണുന്ന ഓരോ കാഴ്ചകളാണ്. എന്താണ് പ്രശ്നം? നമുക്ക് എത്തേണ്ടടുത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത കാര്യത്തിനാണെങ്കിൽ, നിങ്ങളവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ നഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ വശങ്ങളാണ്. നമ്മൾ ഇതെല്ലാം അറിയണം. വാല്യൂസ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരു പ്രായമായ ഒരു മനുഷ്യൻ എന്നോട് പറയായിരുന്നു, ഞാൻ ഒരുപാട് പ്രാവശ്യം അവനെ വാൺ ചെയ്തതാണ്, ഇത്തരം കാര്യങ്ങൾക്ക് പോകരുത്, നിനക്കത് നാളെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എൻ്റെ ജീവിതം എനിക്കറിയാം, എന്നെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്നെ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവസാനം വലിയൊരു കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് രക്ഷയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ചാനലിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഓരോരുത്തരും ആ അബദ്ധം പറ്റി, ഇത് പറ്റി, അവനെന്നെ അങ്ങനെ ചെയ്തു, അവളെന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവരുടെയൊക്കെ ചരിത്രം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇവരൊക്കെ ആരെങ്കിലും പറഞ്ഞത് ജീവിതത്തിൽ കേട്ടിട്ടുള്ളവരാണോ? ആരെങ്കിലും അനുസരിച്ചിട്ടുള്ളവരാണോ? തോന്നിവാസികളായി നടന്നിട്ട് അവസാനം എനിക്ക് അത് പറ്റി ഇത് പറ്റി എന്ന് വന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മെയിൻ സ്റ്റേജുകളിലൊക്കെ വന്ന് വിഴുപ്പലക്കുമ്പോൾ ആ വിഴുപ്പെല്ലാം കൂടെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും സമൂഹത്തിനില്ല. ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രായമുള്ളവർ പറയുന്നതൊന്ന് കേട്ടാൽ അതിലെന്തെങ്കിലും നല്ലതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ധിക്കാരം വലിയ പതനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒന്നും കേൾക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല.
ലോകത്താരും മാസ്റ്ററായിട്ടൊന്നും വന്നിട്ടില്ല. നല്ല ഗുരുക്കന്മാർ ആർക്കുണ്ടായോ അവരാണ് മാസ്റ്റേഴ്സായി മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ ഒരു ലേണറായി മാറിയിട്ടുള്ളത് കൊണ്ടാണ് അവർ മാസ്റ്ററായി മാറിയിട്ടുള്ളത്. എല്ലാവർക്കും ഗുരുക്കന്മാരുണ്ടാവണമെന്നില്ല, പക്ഷെ നല്ലൊരു ലേണറാണോ? നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നവരാണോ? നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നവരാണോ? പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണോ? നമ്മളൊരു നല്ലൊരു ലേണറായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗുരു ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ക്യാരക്ടർ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളെ ഗാർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ അതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് വരേണ്ടത്. അത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വഭാവം, എൻ്റേതായ ഭാവം. അത് നമ്മളിൽ വളർത്തിയെടുക്കണം. ഒരു കോളേജ് കാലഘട്ടത്തിലൊക്കെയാണ് നമ്മളത് വളർത്തിയെടുക്കേണ്ടത്. പിന്നെ അത് നിലനിർത്തുകയും വേണം. ചിലരൊക്കെ വലിയ ആൾക്കാരായിട്ട് വരുന്നു, തകർന്നു പോവാണ് പിന്നീട്. എൻ്റെ പേരിലുള്ള ഒരു മഹാനാണ് സുനിൽ ഗവാസ്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എഴുതി തന്ന ഒരു കാര്യമാണ്: ഇറ്റ് ഈസ് ഈസി ടു ബിക്കം ഗ്രേറ്റ്, ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒരു വലിയ ആളാവാൻ എളുപ്പമാണ്, അത് നിലനിർത്താൻ പാടാണ്. ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ അത് ഒരു സ്വഭാവത്തെ ഉണ്ടാക്കിയെടുക്കാനും ആ സ്വഭാവത്തെ നിലനിർത്താനും ആവശ്യമുള്ള സമയത്ത് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഇതാണ് ഈ മനുഷ്യൻ, ഇങ്ങനെയാണ് ഇയാൾ എന്ന് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വിശ്വാസ്യതയെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ചിന്ത തന്നെ, ഒരു മാൻ മേക്കിംഗ്, ക്യാരക്ടർ ബിൽഡിംഗ്, ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഒരു യൂത്ത് എന്ന നിലയിൽ നമ്മളിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നാൽ ആരും ജോലി തരാൻ പോകുന്നില്ല. സർക്കാരെന്ന് വിചാരിച്ചാൽ ഇനിയും ജോലി കിട്ടത്തുമില്ല. നമ്മളും കൂടെ വിചാരിക്കണം. അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തട്ടെ. പക്ഷെ നമുക്കൂടെ വിചാരിച്ചാൽ മാത്രമേ, എനിക്ക് എവിടെയാണ്, പ്രൈവറ്റ് സെക്ടറിലാണോ, ഗവൺമെൻറ്റിലാണോ, അല്ലെങ്കിൽ സ്വന്തമായൊരു തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരാളാണ്, എനിക്ക് എവിടെയാണ് ഒരു തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റുന്നത്, ഒരു സാധ്യത സൃഷ്ടിക്കാൻ പറ്റുന്നത്, എൻ്റെ ഒരു ഭാവി എവിടെയാണ്? ഇത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും. അപ്പം അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് വേണം. ആ റിസോഴ്സസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ കുറേ സപ്ലിമെൻ്ററിയുടെ ഒരു ബക്കറ്റുമായിട്ട് നടന്നാൽ നമുക്ക് എവിടെയാണ് സാധ്യതകളുണ്ടാകുക? ഇനി സപ്ലിമെൻ്ററി ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല, നമ്മൾ പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നൈപുണ്യങ്ങളുണ്ടോ? ആ നൈപുണ്യങ്ങളുടെ മേഖലകളിൽ നമുക്ക് സാധ്യതകൾ ഉണ്ടാക്കാം. അപ്പം പരീക്ഷ ജയിക്കാത്തത് കൊണ്ട് ആരും ഇവിടെ തോറ്റുപോകുന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു റിസോഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു കരച്ചിൽ. അതിനും ആരും കരയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു കോമൺ ഡിനോമിനേറ്ററായിട്ട് മാറും. എല്ലാത്തിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകും എന്നും പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി നമ്മൾ മനുഷ്യനെ മാറ്റി ജോലി എല്ലാവരും ചെയ്യുമെന്നല്ല. എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബ്ലെൻഡിങ് ഉണ്ടാവും, ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മുടെ മേഖലയിൽ നമ്മൾ പഠിച്ച് നമ്മളൊരു ടൂളായിട്ട് പഠിക്കുക, അതും കൂടി നമ്മൾ സ്വായത്തമാക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും ഈ മാറ്റങ്ങളൊക്കെ വന്നാലും മനുഷ്യനിവിടെ നിലനിന്നേ പറ്റുള്ളൂ. മനുഷ്യന് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ കയ്യിൽ പണം വരുള്ളൂ. മനുഷ്യൻ്റെ കയ്യിൽ പണം വന്നാൽ മാത്രമേ മനുഷ്യൻ ചിലവാക്കുള്ളൂ. മനുഷ്യൻ ചിലവാക്കിയാൽ മാത്രമേ ഇവിടെ എല്ലാ ബിസിനസ്സുകളും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ എല്ലാം ഇല്ലാതാക്കി മെഷീനെല്ലാം വരുമെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ ചില ജോലികളൊക്കെ വെറും റെപ്പറ്റേറ്റീവായിട്ടുള്ള മുൻറ്റൈനായിട്ടുള്ള ചില ജോലികളൊക്കെ ഇല്ലാതാകുകയും അല്ലാത്ത വൈബ്രൻ്റ് ആയിട്ടുള്ള ജോലികൾക്കൊക്കെ സാധ്യതകൾ കൂടുന്നു, അല്ലെ മാനവികമായ ജോലികൾക്കൊക്കെ സാധ്യതകൾ കൂടുന്നു. ഒരുപാട് സേവനങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി വരുന്നു. എൻ്റർടൈൻമെൻറ്റും സ്പോർട്സും ആർട്സും ഒക്കെ പിന്നെ കൂടുതൽ സാധ്യതകളുള്ള മേഖലകളായിട്ട് മാറിയെന്നിരിക്കും. പരിസ്ഥിതിയും മറ്റും വലിയ സാധ്യതകളാണ്. സാമൂഹിക സേവനം വലിയ സാധ്യതയാണ്. ഡിഫൻസ്, പോലീസിങ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ കൂടുതൽ സാധ്യതകൾ വന്നിരിക്കും. കൂടുതൽ ആവശ്യങ്ങളും ഡിമാൻഡും വന്നിരിക്കും. മെഡിക്കൽ രംഗത്തൊക്കെ കൂടുതൽ കെയർ ഗിവേഴ്സും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയെന്നിരിക്കാം. കൂടുതൽ അധ്യാപകരെ വേണ്ടി വന്നിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മെഷീൻ അങ്ങോട്ട് വന്ന് എല്ലാവരെയും കൂടെ എടുത്ത് കളയുന്നില്ല. ഇപ്പോൾ കുട്ടികളെ മെഷീനൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾ ഭയങ്കര ഇമോഷണലി ചലഞ്ച്ഡാണ്, ഇമോഷണലി ഓർഫനാണ്. നല്ല മനുഷ്യൻ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഫേസ് ടു ഫേസ് നിന്നാലേ അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ വലിയ ഡിമാൻഡുകൾ വരും. ലോകം കൂടുതൽ മെഷീൻ ഓറിയൻറ്റഡ് ആകും തോറും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക. ആ കോംപ്ലിക്കേഷൻസിനെയൊക്കെ അഴിക്കാനായി ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെഡി ഫോർ ദിസ് ചലഞ്ചിങ് ടൈംസ്? ആർ യു റെഡി ഫോർ
ദിസ് ടേക്ക് ഓൺ ദീസ് ചേഞ്ചസ്. അതാണ് പ്രധാനം. അതിനുവേണ്ടി എല്ലാ ചെറുപ്പക്കാരും ഒരുങ്ങുക. മാതാപിതാക്കളും കുറച്ചൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് അമിത പേരൻറ്റിങ് കൊടുത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുട്ടികൾക്ക് വേണ്ടി 10-25 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ കരിയർ കാര്യങ്ങൾ തിരക്കാനായിട്ട് വിളിക്കുന്നത് അമ്മമാരാണ്. എവിടെയാണ് പോയി നിൽക്കുന്നത് നമ്മൾ? കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ അവരെ തന്നെ വിട്ട് അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ കഴിവുള്ളവരാക്കുക, പ്രാപ്തിയുള്ളവരാക്കുക. കോളേജുകളിലൊക്കെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കോളേജുകളൊക്കെ അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരിക. അവർക്ക് നല്ല ഗൈഡൻസും മെൻറ്ററിങ്ങും ഒക്കെ കൊടുക്കുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. യൂത്ത് പവറാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ്. അതാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ്. അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഒരു രാജ്യത്തിന് സുനിശ്ചിതമായും ഭാവിയുണ്ട്, ഒരു സംശയമില്ല. ഹാപ്പി ലിവിങ്.